നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ഘർ പേട് താരേക്ക് യാദ് എന്ന പാഠഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു ലോകകഥയാണ്, എന്ന് വെച്ചാൽ നാടോടി കഥയാണ്. എഴുതിയിരിക്കുന്നത് മംഗലേഷ് ഡബ്രാലാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. उत्तरी ध्रुव के पड़ोस में जो देश है उनमें ഫിൻലാൻഡ് भी है. ഉത്തര ധ്രുവത്തിന് സമീപമുള്ള രാജ്യങ്ങളിൽ ഫിൻലാൻഡും ഉൾപ്പെടുന്നു. ഉസ്കി സീമായും റൂസ് സെ മിൽത്തി ഹെ. ഫിൻലാൻഡിൻ്റെ സീമ എന്ന് പറഞ്ഞാൽ അതിർത്തി, റൂസ് എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. ഫിൻലാൻഡിൻ്റെ അതിർത്തി റഷ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. करीब 2 साल पहले ഫിൻലൻഡ് കോ യുദ്ധ മേ ബഹുത്ത് നുക്സാൻ ഹുവ. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ഫിൻലൻഡിന് യുദ്ധത്തിൽ വളരെ വലിയ നാശനഷ്ടം സംഭവിച്ചു. ഷഹരോങ്കോ ജലാദിയ. നഗരങ്ങളെല്ലാം കത്തിച്ചു. ഫസലേം നഷ്ട ഹോഗയി. വിളകളും നഷ്ടപ്പെട്ടു. ഹസാരോ ലോഗ് മാരേ ഗയെ. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഹസാരോ മൗത്തോं के बाद കൈ ബീമാരിയാ ഫൈൽ ഗയി. ആയിരക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് ശേഷം നിരവധി രോഗങ്ങളും പടർന്നു. ഹസാരോ ലോഗ് അപ്പനെ ഘരോങ്കോ ചോട് കർ ജാനെ കെ ലിയെ മജ്ബൂർ ഹോ ഗയി. ആയിരക്കണക്കിന് ആൾക്കാർ തങ്ങളുടെ വീട് വിട്ട് പോകുവാൻ നിർബന്ധിതരായി. കുച്ച് ലോഗോങ്കോ ദുഷ്മനോं की സേന പകഡ്കർ ലേ ഗയി. കുറച്ചാൾക്കാരെ ദുഷ്മനോങ്കി സേന എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യം അവർ പിടിച്ചുകൊണ്ടുപോയി. ബഹുത്ത് സെ പരിവാരോ മേം മാതാ പിതാ അവർ ബച്ചേ ഫി അലഗ് അലഗ് ഹോ ഗയെ. നിരവധി കുടുംബങ്ങളിൽ മാതാപിതാക്കളും കുട്ടികളും വേർപിരിയേണ്ടി വന്നു. अब कुछ दिन बाद कुछ भागे हुए लोग वापस आए तो उन्हें जले हुए घरों और फसलों के अलावा कुछ भी नहीं मिला. അങ്ങനെ ഓടിപ്പോയ ആൾക്കാർ കുറച്ച് പേര് തിരിച്ചെത്തിയപ്പോൾ അവരെന്താണ് കണ്ടത്? ജലെ ഹുയെ ഘരം, അതായത് അവർക്കുള്ള കത്തി നാമാവശിഷ്ടമായ വീടുകളും വിളകളുമാണ് അവർ കണ്ടത്. ഉനോനെ ബഹുത്ത് മെഹനത്ത് കർക്കെ, ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് ഫിർസെ അപ്പനെ വീണ്ടും അവർ വീണ്ടും അവർ വീട് പുനർനിർമ്മിച്ചു. ഫസലേം ഉഗായി, വിളകൾ വളർത്തി. അവർ ലോഗോങ്കെ ലൗട്ട്നേക്ക ഇന്തസാർ കർനെ ലഗ, പോയവരൊക്കെ മടങ്ങി വരുന്നതിനായി കാത്തിരുന്നു. യഹ് കഹാനി ഉസി ദൗർ കി ഹെ. ദൗർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം, സമയം എന്നൊക്കെയാണ് അർത്ഥം. ഇത് ആ കാലഘട്ടത്തിലുള്ള കഥയാണ്. ഏത് കാലഘട്ടമാണ്? ഫിൻലാൻഡും റഷ്യയും തമ്മിൽ 200 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഫിന്നിഷ് വാർ എന്ന് പറഞ്ഞ ഫിന്നിഷ് യുദ്ധത്തിൻ്റെ സമയത്തുള്ള കഥയാണിത്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. യുദ്ധ കെ ദൗരാൻ എക് ഭായി അവർ ഉസ്കി ബഹൻ ഘർ സെ ബിഛുട് ഗയെ. യുദ്ധസമയത്ത് ഒരു സഹോദരനും സഹോദരിയും വീട്ടിൽ നിന്ന് വേർപിരിയേണ്ടി വന്നു. ഭായി 8 സാൽ കാ ഥാ അവർ ബഹൻ 6 സാൽ കി. സഹോദരനും 8 സഹോദരിക്ക് 6 വയസ്സായിരുന്നു. വേ ഏക് ദൂർ ദേശ് മേ പഹുഞ്ചെ. അവർ എവിടെയാണ് എത്തിച്ചേർന്നത്? രണ്ടുപേരും വീട് വിട്ട് ദൂരെ മറ്റൊരു ദേശത്തിൽ എത്തിച്ചേർന്നു. വഹാ ഉനെ ഘർ കി ബഹുത്ത് യാദ് ആതി ഥി. അവിടെ അവർക്ക് സ്വന്തം വീടിൻ്റെ ഓർമ്മകൾ അലട്ടിത്തുടങ്ങി. വെയ്ത്തിനെ ഛോട്ടേ ദേക്കി ഉനേം വാപ്പസ് ലൗട്ട്നെ കാ രാസ്ത പത്താ നഹീ താ. അവർ ഇത്രയും ചെറിയ കുട്ടികളായിരുന്നു, അവർക്ക് തിരികെ വരുവാനുള്ള വഴി അറിയില്ലായിരുന്നു. ഉൻകെ പാസ് പടോസ് കെ ലോഗ് ബഹുത്ത് ഫലേദേ. ആ കുട്ടികൾ ഏത് ദേശത്താണോ എത്തിയ അവിടെയുള്ള അയൽക്കാർ അല്ലെങ്കിൽ സമീപത്തുള്ളവർ വളരെ നല്ലവരായിരുന്നു. വേ ഉൻകി ദേഖ്ഭാൽ കർണേ ലഗെ. ദേഖ്ഭാൽ എന്ന് പറഞ്ഞാൽ സംരക്ഷണ. അവർ ആ കുട്ടികളെ സംരക്ഷിക്കാൻ തുടങ്ങി. കുച്ച് സാൽ ബീത്തെ അവർ ബച്ചെ ബഡേ ഹോത്തെ ഗയെ. കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടികൾ വളർന്നു.
लेकिन वे अपने माता पिता और देश को नहीं भूल पाए. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ വളർന്നെങ്കിലും അവർ തങ്ങളുടെ മാതാപിതാക്കളെയും സ്വന്തം ദേശത്തെയും അവർക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഉനി ആംഖൻ में खड़े सनोबर या फौज के पेड़ की फी याद आती थी. അവർക്ക് ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം. ഖടെ സനോബർ യാ ഫോജ്, സനോബർ അല്ലെങ്കിൽ ഫോജ് മരം എന്ന് പറഞ്ഞാൽ പൈൻ വൃക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുറ്റത്തുള്ള ആ പൈൻ മരത്തിൻ്റെയും ഓർമ്മ വരാറുണ്ടായിരുന്നു. ജിസ് പർ ഹർ സുബഹ് ദോ പക്ഷി ബൈഠ് കർ ഗാത്തേ थे. ആ മരത്തിൽ എന്നും രാവിലെ 2 പക്ഷികൾ വന്ന് മനോഹരമായി പാടുമായിരുന്നു. और रात में उसकी शाखाओं के बीच से एक चमकीली तारा दिखाई देता था. ആ മരത്തിൻ്റെ ശാഖകൾക്കിടയിലൂടെ തിളക്കമുള്ള ഒരു നക്ഷത്രത്തെയും അവർ കാണുമായിരുന്നു. ഇതൊക്കെയാണ് ആ കുട്ടികൾക്ക് തൻ്റെ വീടിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ. ഏക് ദിൻ ഖബർ ആയി കി അബ് ഫിൻലാൻഡ് മേ ശാന്തി ഹെ അവർ ഖരോം സെ ബിഛുഡേ ലോഗ് ലൗട്ട് സക്തേ ഹെ. അപ്പോൾ അവരൊരു വാർത്ത അറിഞ്ഞു. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത എന്താണ്? ഇപ്പോൾ ഫിൻലാൻഡിൽ സമാധാനമുണ്ടെന്നും, ഫിൻലാൻഡ് മേ ശാന്തി ഹെ, ഫിൻലാൻഡിൽ സമാധാനമുണ്ടെന്നും, ഖരോം സെ ബിഛുഡേ ലോഗ്, വീട്ടിൽ നിന്ന് പിരിഞ്ഞുപോയ ആൾക്കാർക്ക് ലൗട്ട് സക്തേ, അവർക്ക് തിരികെ വരാമെന്നും ഒരു വാർത്ത അവർ കേട്ടു. ഭായ് ബഹൻ ഗോ ലഗാക്കി ഉനെ ഫി ഘർ ലൗട്ട്നാ ചാഹിയെ. സഹോദരന്മാർക്ക് തിരിച്ചു പോകുവാൻ, തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവരും ആഗ്രഹിച്ചു. ഉനോനെ അപ്നി ദേഖ്ഭാൽ കർനെ വാലെ അഭിഭാവകവും സെ ഇസ്കി അനുമതി മാങ്ങി. അവർ തങ്ങളെ ഇപ്പോൾ സംരക്ഷിക്കുന്ന അഭിഭാവകവും എന്ന് പറഞ്ഞാൽ ഗാർഡിയൻസ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ, അവരോട് അനുമതി വാങ്ങിച്ചു. അഭിഭാവകോനെ ഹസ്തേ ഹുയി കഹ, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പത്താ ഹേ തുമാരാ ദേശ് യഹാ സെ കിത്തനി ദൂർ ഹേ, കൈസെ പहुंचोगे, നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ദേശം ഇവിടുന്ന് എന്ത് ദൂരെയാണ്? കൈസെ പहुंचोगे, എങ്ങനെ നിങ്ങൾ അവിടെ എത്തും? ബച്ചോനെ ജവാബ് ദിയ, കുട്ടികൾ മറുപടി പറഞ്ഞു, ഹം കിസി തരഹ് പहुंचाएंगे, ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്താം. ഫലേഹി ഇസ്മേ ബഹുത്ത് ദിൻ ലഗ് ജായേ, എത്ര ദിവസമെടുത്താലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്താം എന്നാ കുട്ടികൾ പറഞ്ഞു. അഭിഭാവകനെ കഹ യഹാം തുമാരെ പാസ്, അവർ രക്ഷിതാക്കൾ വീണ്ടും പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ അടുത്ത് ഘർ വീട്, കപടെ വസ്ത്രം, ഭോജൻ ആഹാരം, അവർ ദോസ്ത് സബ് കുച്ച് ഹേ, കൂട്ടുകാർ ഇവയെല്ലാം ഉണ്ട്. തുമാരെ ദേശമേം അഭി ബഹുത്ത് ഗരീബി അവർ അഭാവ് ഹേ, നിങ്ങളുടെ ദേശത്തിൽ ഇപ്പോഴും ഗരീബി പട്ടിണിയും, അഭാവ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുമാണ് അവിടെ. വഹാം തുമേ ഫൂക്ക രഹന പടേക, അവിടെ നിങ്ങൾ വിശന്നിരിക്കേണ്ടി വരും. അവർ ഖുർദുരെ ബിസ്തർ പർ സോന പടേക, ഖുർദുരെ എന്ന് പറഞ്ഞാൽ പരുപരുത്ത മെത്തയിൽ നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരും. ഫിർ പതാ നഹി തുമാരാ ഘർ ബച്ചാഫി ഹേയാ നഹി, പിന്നെ നിങ്ങളുടെ വീട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പിന്നെയോ തുമാരി മാതാ പിതാ ജീവിത് ഫി ഹേ യാ നഹി, നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ല. ബച്ചോനെ കഹ ഫിർ ഫി ഹം ഘർ ജാനാ ചാഹത്തെ ഹേ, എന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, കുട്ടികൾ പറഞ്ഞു. ഹമേ മാതാപിതാക്ക് ബഹുത്ത് യാദാത്തി ഹേ, അച്ഛൻ്റെ അമ്മയുടെയും ധാരാളം ഓർമ്മകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അവർ ഘർ കെ ആംഗനമേം ഖടെ സനോബർ കെ പേട് കീഫി, ആ മുറ്റത്തുള്ള പൈൻ മരത്തിൻ്റെയും ഓർമ്മകൾ വരുന്നുണ്ട്. അഭിഭാവകോനെ കഹ ലേക്കിൻ തും കൈ സാൽ സെ അപ്പനെ ഘർ സെ ദൂർ ഹോ, എന്നാൽ നിങ്ങൾ കുറേ വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും അകലെയാണ്. ജബ് തും യഹാം ആയേ ഥേ തോ സിർഫ് 8 और 6 साल के थे, നിങ്ങളിവിടെ വന്നപ്പോൾ പ്രായം വെറും 8 വയസ്സും 6 വയസ്സും മാത്രമായിരുന്നു.
തും ജിസ് സടക്ക് സെ ആയതേ ഉസെ ഫൂൽ ഗേ ഹോഗെ. നിങ്ങൾ വന്ന വഴി, സടക്ക് വഴിയൊക്കെ മറന്നിട്ടുണ്ടാകും. തുമേ യഹ് ഫി യാദ് നഹി ഹോഗ കി തുമാരെ മാതാ പിതാ കൈസേ ദിഖ്തേ ഹെ. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയാണെന്ന് പോലും ഓർമ്മയുണ്ടാവുകയില്ല. അവർ ഫിർ തുമേ രാസ്ത കോൻ ബതായേഗ. പിന്നെ നിങ്ങൾക്ക് വഴി ആരാണ് പറഞ്ഞു നൽകുക? കുട്ടികൾക്ക് ശരിയായി വഴി, സ്ഥലമോ അവരുടെ മാതാപിതാക്കളുടെ രൂപമോ ഒന്നും തന്നെ ഓർമ്മയില്ല. लड़के ने जवाब दिया, मुझे याद है कि मेरे पिता के घर के सामने एक बड़ा सा सनोबर का पेड़ है. हर सुबह 2 प्यारे പക്ഷി വഹാ ഗാത്തെ ഹെ. കുട്ടികൾക്കാകെ ഓർമ്മയുള്ളതാണ് അവിടെ വീട്ടുമുറ്റത്തൊരു സനോബർ, ഒരു പൈൻ മരമുണ്ട്. പിന്നെ അതിൽ 2 പക്ഷികൾ വന്നിരുന്ന പാടം. പിന്നെയോ मुझे यह भी याद है रात को पेड़ की शाखाओं के बीच से एक चमकीला तारा दिखाई देता है. ആ മരങ്ങൾക്കിടയിലൂടെ നോക്കുമ്പോൾ ഒരു തിളക്കമുള്ള നക്ഷത്രത്തെയും കാണും. കുട്ടികൾക്ക് ഈ അടയാളം മാത്രമേ ഓർമ്മയുള്ളൂ. അഭിഭാവകോനെ കഹാ ഘർ ലൗട്ടത്തെ ഹുയെ തും മുസീബത്ത് മേ ഹി പടോगे. അപ്പം നിങ്ങൾ ആ വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് കുഴപ്പം മാത്രമേ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ കുഴപ്പത്തിലാകും. കാരണം അവർക്ക് ശരിയായിട്ടുള്ള വഴിയോ ഓർമ്മയോ ഒന്നുമില്ല. ഇസ്കെ ബാവജൂദ് ബച്ചോനെ ഘർ ലൗട്ടനേക്ക് സിദ്ധ് നഹി ജോഡി. ഇതെല്ലാം പറഞ്ഞിട്ടും കുട്ടികൾക്ക് വീട്ടിൽ പോകണമെന്നുള്ള ആ വാശി അവർ ഉപേക്ഷിച്ചില്ല. അപ്പനെ ദേശവർ മാതാ, തൻ്റെ ദേശത്തെയും മാതാപിതാക്കോ അച്ഛനെ അമ്മയെയും ഫുലാന ഉൻകെ ലിയെ അസംഭവ് ഹോ ഗയ. ദേശത്തെയും അച്ഛനെയും അമ്മമാരെയും മറക്കുക എന്നത് അവരെ സംബന്ധിച്ച് അസംഭവ്യമായിരുന്നു. ഉൻകി രാത്തോങ്കി നീന്ത് ഉടുകയി. നീന്തുടന എന്താ കൂട്ടുകാരെ? അവർക്ക് അവരുടെ ഉറക്കം നഷ്ടപ്പെടുക. അവരുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടു. രാത്കോ ഭായ് ബഹൻസെ. സഹോദരൻ സഹോദരിയോട് പൂച്ചത ചോദിച്ചു, ക്യാ തും സോ രഹി ഹോ. എന്താ നീ ഉറങ്ങുകയാണോ? ബഹൻ കഹത്തി. സഹോദരൻ എന്താ പറഞ്ഞു? ഇല്ല. നഹി മുझे घर की യാദ് ആ രഹി ഹെ. എനിക്ക് എൻ്റെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. അതുപോലെ ബഹൻ തിരിച്ചു ചോദിക്കുകയാണ്. ബഹൻ ഫായിസെ പൂച്ച്തി. അവൾ ചോദിക്കുന്നു, ക്യാ തും സോ രഹേ ഹോ. നീ ഉറങ്ങുകയായിരുന്നോ? ഫായി കഹത നഹി മേ ഘർ കെ ബാരെ മേ സോച്ച് രഹാ ഹോ. ആ കുട്ടിയും ആ വീട്ടിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു എന്ന് പറയും. ദോനോനെ തയ്ക്കാക്കി ഏക് ദിൻ ചുപ്കേസെ ഫാഗ് ചലെ. രണ്ടുപേരും തീരുമാനിച്ചു, ഏകദിൻ ഒരു ദിവസം, ചുപ്കേസെ ആരും കാണാതെ ഒളിച്ച്, ഫാഗ് ചലെ ഓടിപ്പോകാം, കഫി ന കഫി കർ മിൽഹി ജായേഗ. എങ്ങനെയെങ്കിലും എന്നെങ്കിലും വീട് കണ്ടെത്തും എന്നവർക്കുള്ള പ്രതീക്ഷയാണ്. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ദ് ചമക് രഹാ ഥാ ദോനോ ബച്ചോനെ അപ്പനെ കുച്ച് കപട്ടെ ഇക്കട്ടാ കിയെ. അവർ ചൽപടെ. ഏക് രാത് ജബ് ആസ്മാൻ മേ ചാന്ദ് ചമക് രഹാ ഥാ. ഒരു രാത്രി ആകാശത്ത്, എന്താണ് ആസ്മാൻമേ, ആകാശത്ത്, ചാന്ദ് ചമക് രഹാ ഥാ, ചന്ദ്രൻ തിളങ്ങി നിൽക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും അവരുടെ വസ്ത്രങ്ങൾ ശേഖരിച്ച് എന്ത് ചെയ്യും? ചൽപ്പടെ അവരെ വീട് വിട്ടിറങ്ങും. ചാന്ദ് കി റോഷിനി മേ രാസ്ത ദിക്കായി ദേ രഹാ ഥാ. ചാന്ദ് കി റോഷിനി മേ എന്ന് പറഞ്ഞാൽ ചാന്ദിൻ്റെ റോഷനി, നിലാവ്, ചന്ദ്രൻ്റെ പ്രകാശം നിലാവിൽ. അവർക്ക് ആ നിലാവത്ത് അവർക്ക് വഴി കാണാമായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ ആ വെളിച്ചത്തിൽ വീട് വിട്ടിറങ്ങി. കുച്ച് ദൂർ ചലനെ പർ ബഹൻ ബോലി. കുറച്ച് ദൂരം നടന്നപ്പോൾ സഹോദരി പറഞ്ഞു, ഭായി ലഗ്താ ഹെ ഹം കാഫി ഘർ നഹി പहुंच പായെങ്കെ. ആ കുട്ടി പറഞ്ഞു, സഹോദര, നമുക്കൊരിക്കലും വീട്ടിൽ എത്താൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഭായിനെ കഹ. സഹോദരൻ എന്ത് പറഞ്ഞു? ചലോ ഹം ഉത്തർ പശ്ചിമ ദിശ കി ഓർ
ചലത്തെ ഹെ. വരൂ നമുക്ക് ഉത്തർ പശ്ചിമ ദിശ, ഉത്തർ വടക്ക്, പശ്ചിമ പടിഞ്ഞാറ്, നമുക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് കൂടി പോകാം. മുझे ഉമ്മീദ് ഹെ, എനിക്ക് വിശ്വാസമുണ്ട്. എന്താണ്? ഹെക്കി ഹം സരൂർ സനോബർ കെ പേട് അവർ താരെ കെ പാസ് പहुंच जाएंगे. പൈൻമരത്തിൻ്റെ അടുത്തും നമ്മൾ നക്ഷത്രത്തിൻ്റെ അടുത്തും എത്തും. ഉസ് പേട് കെ ബീച്ച് സെ താരെ ദിഖായി ദേഗാ തോ സമജ്നാ കി ഘർ ആ ഗയാ ഹെ. ആ വൃക്ഷത്തിനിടയിലൂടെ നോക്കുമ്പോൾ നമ്മൾക്ക് ആ നക്ഷത്രം കാണാമെങ്കിൽ സമജ്ന, നീ ഉറപ്പിച്ചോളൂ, നമ്മുടെ വീടെത്തി. ദോനോ ബच्चे ഹിമ്മത്ത് കെ സാത്ത് ആകെ ബഡ്ത്തെ ഗയെ. രണ്ട് കുട്ടികളും ധൈര്യത്തോട് തന്നെ മുന്നോട്ട് നീങ്ങി. ലഡ്കേനെ അപ്നി ഓർ ബഹൻ കി രക്ഷാ കെ ലിയെ ബലൂത്ത് കെ ഏക് പേട് സെ ഏക് അച്ചി സെ ടഹനി തോടുകർ അപ്നെ പാസ് രഖ് ലി. ഈ ആൺകുട്ടി എന്ത് ചെയ്തു? ലഡ്കെ എന്ത് ചെയ്തു? അപ്പനി അവർ ബഹൻകി രക്ഷ, സഹോദരിയുടെയും തൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ബലൂത്ത് കെ പേട്, ബലൂത്ത് എന്താണ്? ഓക്കുമരം, ഓക്കുമരത്തിൻ്റെ ഒരു ടഹനി എന്ന് പറഞ്ഞാൽ ചില്ല, തോടുക്കർ അവൻ പൊട്ടിച്ചിട്ട് തൻ്റെ കൈവശം വെച്ചു. തൻ്റെയും പെങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഓക്കുമരത്തിൻ്റെ കമ്പൊടിച്ചു അവൻ കയ്യിൽ സൂക്ഷിച്ചു. ചലത്തെ ചലത്തെ ഏക്ക് ദിൻ വേ ഏക്ക് ചൗരാഹെ പർ പहुंचे. ചൗരാഹെ എന്ന് പറഞ്ഞാൽ നാൽക്കവല, 4 വഴിയുള്ള ഒരു സ്ഥലമാണ് ചൗരാഹെ. ഉനേം പത്താ നഹീം താക്കി ആകെ കോൺസാ രാസ്ത ചലെ. മുന്നിൽ 4 വഴിയുണ്ട്, ആ കുട്ടികൾക്ക് അറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അടുത്ത പേജിലേക്ക് പോകാം. अचानक उन्होंने 2 छोटे पक्षियों को देखा जो सड़क के किनारे एक पेड़ पर गा रहे थे. പെട്ടെന്ന് അവരെന്താ കണ്ടു? അവർ സടക്ക് കെ കിനാരെ, റോഡരികിൽ ഒരു മരത്തിൽ, സടക്ക് കെ കിനാരെ റോഡിൻ്റെ അരികിൽ, ഏക്ക് പേട് പർ ഒരു മരത്തിൽ 2 ചെറിയ പക്ഷികളിരുന്നു പാടുന്നത് കണ്ടു. ഭായ് ബോല, ആൺകുട്ടി പറഞ്ഞു, യഹ് രാസ്ത സഹി ഹെ, ആ പക്ഷികളിരിക്കുന്ന ആ വഴി അതാണ് ശരിയായ വഴി. മേ ഇസ് പക്ഷിയോ കെ ഗീത് സെ ജാൻതാ ഹൂം, അതായത് ഈ പക്ഷികളുടെ പാട്ട് എനിക്കറിയാം. വേ ഹമാരി മദദ് കർനെ കെ ലിയെ ആയേ ഹെ, ഇവർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ബच्चे ഉസി രാസ്തേ പർ ചൽ ദിയെ, ആ കുട്ടികൾ ആ വഴിയെ തന്നെ പോകാൻ തുടങ്ങി. പക്ഷി ഫി ഉൻകെ സാത്ത് ധീരെ ധീരെ ഉഡാൻ ഫർത്തേ രഹെ, ആ പക്ഷികളും അവരുടെ കൂടെ ധീരെ ധീരെ പതുക്കെ പതുക്കെ ഉഡാൻ പറക്കുവാൻ തുടങ്ങി. പേടോങ്കി ശാഖാവോം പർ ബൈഠത്തെ രഹെ, അവർ പറക്കുകയും ഇടയ്ക്ക് ആ പേട് മരങ്ങളുടെ ശാഖകളിൽ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത് നോക്കാം. ബച്ചോനെ पेड़ों से जामुन बेर അവർ ദൂസരി ജംഗലി ഫൽ തോടുക്കർ അപ്പനി ഫൂക്ക് മിഠായി. ആ കുട്ടികൾ നടക്കുമ്പോൾ അവർക്ക് വിശപ്പുണ്ടാവുമല്ലേ, അപ്പോൾ അവർ എന്താ ചെയ്തത്? അവർ ആ മരത്തിൽ നിന്ന് ജാമുൻ, ബേർ, അവർ ദൂസരി ജംഗലി ഫൽ, അവർ ഇലഞ്ഞിപ്പഴവും ഇലന്തപ്പഴവും പിന്നെ മറ്റ് കാട്ടുപഴങ്ങളുമൊക്കെ കഴിച്ച് അവരുടെ വിശപ്പടക്കി. പിന്നെയോ അപ്പനി പാനി, എന്താണ്? അവരുടെ ദാഹം അകറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? ചർനേക്ക പാനി പിയ, അവർ ചർന അരുവിയിൽ പോയിട്ട് അവർ വെള്ളം കുടിച്ചു. इतने लंबे समय तक फड़कने से बहन बहुत तक गई थी. ഫടക്കന എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? അലയുക. ഇത്രയും സമയം അലഞ്ഞാൽ തന്നെ ആ പെൺകുട്ടി നന്നായിട്ട് ക്ഷീണിച്ചു. ഉസ്നെ ഭായി സെ പൂച്ച ഹമേ അപ്പന സനോബർ കാ പേട് കബ് മിലേഗ, നമുക്ക് നമ്മുടെ സനോബർ മരം എപ്പോഴാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ആ മരത്തിനടുത്ത് എത്തുന്നത്? भाई ने कहा जब हम लोगों को
വഹ ഭാഷ സുനായി ദേഗി ജോ ഹമാരി മാതാപിതാ ബോൽത്തേ ഥേ. അപ്പോൾ ആൺകുട്ടി എന്താ പറഞ്ഞത്, നമ്മുടെ അച്ഛനും അതായത് മാതാപിതാക്കൾ സംസാരിക്കുന്ന ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് ആ മരവും ലഭിക്കുമെന്നാണ്. അതായത് സ്വന്തം ദേശം എത്തുമ്പോൾ എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. തങ്ങളുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷ, തങ്ങളുടെ ദേശം. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ചലത്തെ ചലത്തെ ജംഗൽ മേ ടണ്ട് ബടിനെ ലഗി. നടന്ന് നടന്ന് ആ കാട്ടിലെത്തിയ കുട്ടികൾ. അപ്പോൾ കാട്ടിൽ നല്ല തണുപ്പ് കൂടാൻ തുടങ്ങി. ബഹന്നെ ഫിർസെ സനോബർ കെ പേട് കെ ബാരെ മേ പൂച്ച. പെൺകുട്ടി വീണ്ടും പൈൻമരത്തെക്കുറിച്ച് ചോദിച്ചു. ഫായിനെ ഉസേ തോടാ ധൈര്യ രഖ്നെ കെ ലിയെ കഹ. സഹോദരൻ ആ കുട്ടിയോട് കുറച്ച് ധൈര്യ രഖ്നെ കെ ലിയെ, കുറച്ച് ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞു. ധീരെ ധീരെ ഉൻകാ പുരാന ദേശ് ചൂട്ട് ഗയ. അവർ താമസിച്ചിരുന്ന ദേശം പതിയെ പതിയെ പുറകിലേക്ക് പോയി, അതായത് അവർ ആ ദേശം കടന്നുപോയി. പെഹലെ സമീൻ സമതൽ ദി. അവർ നടന്ന ആ ഭൂമി സമതല പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പോഴോ ലേക്കിൻ അബ് വേ പഹാഡോം നദിയാം അവർ ചീൽക്കെ ദേശോമേ ആഗയി. അവർ കുന്നുകളും നദികളും അരുവികളുമുള്ള മറ്റൊരു ദേശത്തിലെത്തി. ബഹനെ പൂച്ച. ഇതൊക്കെ കണ്ടിട്ട് ആ കുട്ടി ചോദിച്ചു, ഭായി ഹം ഖടി പഹാഡിയോം പർ കൈസെ പहुंचेंगे. നമ്മൾ ഈ വലിയ പർവ്വതത്തിൽ എങ്ങനെയാണ് എത്തുന്നത്? അവരുടെ മുന്നിൽ കുന്നാണ്, അവരെങ്ങനെയാണ് ആ വലിയ പർവ്വതത്തിലേക്ക് പോകുന്നത്? അത് കടന്ന് വേണം അവർക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ. ഫായി അപ്പോൾ എന്താ പറഞ്ഞത്? ഫായിനെ ഹിമ്മത്ത് ബഡായി. അവളുടെ ധൈര്യം കൂട്ടിക്കൊണ്ട് പറഞ്ഞു, മേ തുമേം ലേ ജാവുങ്ക. ഞാൻ നിന്നെ കൊണ്ടുപോകും. പിന്നെയും അവരുടെ വഴിയിൽ എന്നാൽ രാസ്തേമേ കുച്ച് നദിയാം ചീലേം പടി. അവരുടെ വഴിയിൽ നദികളും തടാകങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ലേക്കിൻ വഹാം ഉനേം നാവേ മെലുകയി. പക്ഷേ അവർക്കവിടെ തോണി ലഭിച്ചു. ഭായി ബഹൻ ഗോ ബിഡാക്കർ നാവ് കേത്താരഹ. സഹോദരൻ സഹോദരിയെ നാവിൽ തോണിയിലിരുത്തിയിട്ട് തുഴഞ്ഞു. ദോനോ പക്ഷി ഭി ഉൻകെ സാത്ത് സാത്ത് ഉഡാൻ ഫർത്തെ അവർ രുക്കത്തെ രഹേ. ആ പക്ഷികളും അവരുടെ കൂടെ പറക്കുകയും ഇടയ്ക്ക് നിൽക്കുകയും ഒക്കെ ചെയ്തു. അതായത് പക്ഷികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. एक शाम जब वे बहुत थके हुए थे तो उन्होंने कुछ जली हुई इमारतों को देखा. ഒരു സായാഹ്നത്തിൽ, അതായത് ഒരു വൈകുന്നേരത്തിൽ അവർ വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോഴവരെന്താ കണ്ടത്? കുറച്ച് ജലിഹുയി, കത്തി നശിച്ച, ഇമാരത്തും എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ. അവർ കത്തി നശിച്ച കുറച്ച് കെട്ടിടങ്ങൾ കാണുന്നു. ഉൻകെ പാസ് ഹി എക്ക് നയ ഫാം ഹൗസ് ബനാദ. അതിനടുത്തൊരു പുതിയ ഫാം ഹൗസ് നിർമ്മിച്ചിരിക്കുന്നതും അവർ കണ്ടു. रसोई के दरवाजे के बाहर एक लड़की सब्जियों चीर रही थी. ആ ഫാം ഹൗസിൻ്റെ അടുക്കളയുടെ വാതിൽ, രസോയിക്ക് ദർവാസ അടുക്കള വാതിൽ, അതിൻ്റെ പുറത്ത്, പുറത്ത് എക്ക് ലടിക്ക് ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു? സബ്ജിയാൻ ചീർ രഹി ഥി. പച്ചക്കറികൾ തൊലി കളയുകയായിരുന്നു. ക്യാ ഹമേം ഖാനെ കെ ലിയെ കുച്ച് ദേ സക്തി ഹേ? ഭായിനെ പൂച്ച. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? ആ സഹോദരൻ കുട്ടി ചോദിച്ചു. ഇത് കേട്ട ലഡ്ക്കി എന്താ പറഞ്ഞേ? ലഡ്ക്കീനെ ജവാബ് ദിയ ഹാ ആവോ. ശരി, തരാം, വന്നോളൂ. മാം രസോയി മേഹെ. അമ്മ അടുക്കളയിലുണ്ട്. വി സരൂർ തുമേ കുച്ച് ദേങ്കി. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഭക്ഷണം തരും. ഭായിനെ ബഹൻകി ഗർദൻ കോ ബാഹ്മേ ലിപ്പട്ടായ അവർ കഹ. പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരിയുടെ കഴുത്തിൽ കൈവച്ച് ചേർത്ത് നിർത്തി പറഞ്ഞു, ക്യാ തുമ്നെ സുന? നീ കേട്ടോ? യഹ് ലഡ്ക്കി വാഹി ഭാഷ ബോൽ രഹി ഹേ ജോ ഹമാരി മാതാപിതാ ബോൽത്തേ ഥേ. ഈ കുട്ടി നമ്മുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന അതേ ഭാഷയിലാണ് സംസാരിച്ചത്.
अब हम സനോബർ കെ പേട് അവർ താരേക്ക് തലാഷ് ശുരു കർ സക്തേ ഹെ. അതായത് കുട്ടിക്ക് മനസ്സിലായി തങ്ങൾ തങ്ങളുടെ ദേശത്തിലെത്തി. ഇനി എന്ത് ചെയ്യാം, തങ്ങളുടെ സനോബർ കെ പേട് പൈൻ മരവും നക്ഷത്രവും ഒക്കെ നമുക്ക് തിരയാൻ തുടങ്ങാം. ദോനോ ബച്ചെ രസോയി മേം ഗയെ. അവർ കുട്ടികൾ അടുക്കളയിലേക്ക് പോയി. ജഹാം ഉനെ അച്ഛാ ഖാന മില. അവർക്ക് അവിടെ നല്ല ഭക്ഷണം കിട്ടി. ഉനോനെ അപ്നി പൂരി കഹാനി ബത്തായി. അവർ തങ്ങളുടെ മുഴുവൻ കഥയും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ കഹാക്കി ഹമാരി പാസ് കാർക്കി ഏക് ഹി നിഷാനി ഹെ. ആ കുട്ടികളുടെ ഓർമ്മയിലുള്ള ആ ഏക അടയാളവും അവിടെ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് കൂട്ടുകാരെ അറിയാവുന്ന ഏക അടയാളം? അതെ, ആ സനോബർ പേട് പൈൻമരവും പിന്നെന്താണ് ആ നക്ഷത്രവും പക്ഷികളുമാണല്ലേ. उसके सामने सनोबर का एक पेड़ है और वो उसकी शाखाओं में हर सुबह 2 पक्षी आते हैं और रात में उनके बीच एक खूब चमकीला तारा दिखाई देता है. അവർ ഈ 3 അടയാളങ്ങളും അവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർക്കെ ലോഗോനെ കഹ. അത് കേട്ടിട്ട് ആ വീട്ടിലുള്ള ആൾക്കാർ എന്താ പറഞ്ഞത്? യഹാ ഹസാരോ സനോബർ ഹേ. ഇവിടെ എന്താണ്, ആയിരക്കണക്കിന് പൈൻമരങ്ങളുണ്ട്. ഉൻബർ ഹസാരോ പക്ഷികാത്തെ. ഇതിലൊക്കെ ആയിരക്കണക്കിന് പക്ഷികളും വന്നിരുന്ന് പാട്ട് പാടാറുണ്ട്. അവർ ഹസാരോ താരെ ആസ്മാൻ മേ ചക്മക്തി ഹെ. ആയിരക്കണക്കിന് നക്ഷത്രങ്ങളും ആകാശത്തുണ്ട്. തും അപ്ന ഘർ കൈസെ പഹചാനോगे. നിങ്ങൾ നിങ്ങളുടെ വീട് എങ്ങനെ തിരിച്ചറിയും? ഭായ് बहन ने जवाब दिया, जब हम अपने देश पहुंच चुके हैं तो हमें वह पेड़ भी मिल जाएंगे. നമ്മൾ ഈ നാട്ടിൽ എന്തായാലും എത്തി, ഇനി ആ മരവും കാണും. यहाँ तक पहुँचने के लिए 2 പക്ഷി भी हमें रास्ता बताते रहे हैं. ഇവിടെ എത്താൻ വേണ്ടി 2 പക്ഷികളും ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു. दोनों बच्चे ने इसी तरह सफ़र जारी रखा. ഈ കുട്ടികൾ ഇപ്രകാരം തങ്ങളുടെ യാത്ര തുടർന്നു. ജഗഗ് ഗരീബി ഫൈലി ഹുയിദി. ഇവർ പോകുന്നിടത്തൊക്കെ ദാരിദ്ര്യം വ്യാപകമായിരുന്നു. ലേക്കിൻ വേ ജഹാൻ ഗയി. പക്ഷെ ഇവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉനി ഖാനെ അവർ രാത്രി ബിതാനെ കേലിയെ ജഗഹ് മിൽത്തി രഹി. അവർക്ക് ആഹാരവും രാത്രി കഴിയാനുള്ള ജഗഹ് താമസിക്കാനുള്ള സ്ഥലവും ആ കുട്ടികൾക്ക് കിട്ടി. ലോഗ് ഉനെ ബഹുത്ത് സഹാനുഭൂതി സെ ദേഖത്തെ थे. കുട്ടികളെ അവിടെയുള്ള ആളുകൾ മനുഷ്യരെല്ലാം ഇങ്ങനെ വളരെ വളരെ സഹതാപത്തോടു കൂടി നോക്കി. യഹ രഹ ഹമാരാ പേട്. ഒരു വട്ടം ആ കുട്ടി വിളിച്ചു പറഞ്ഞു, ആൺകുട്ടി, ഇതാ നമ്മുടെ മരം. ഭായിക്ക് ആഘോസെ ഖുഷിക്ക് ആസു ബഹനേലേക. ചേട്ടൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവർ വഹ ഹമാര താര. നോക്കൂ, നമ്മുടെ നക്ഷത്രം. ബഹൻ പെഹലെ ഹസി അവർ ഫിറോനേലകി. ആ പെൺകുട്ടി എന്ത് ചെയ്തു? അത് നമ്മുടെ നക്ഷത്രമാണ്. ആദ്യം കുട്ടി ചിരിച്ചു, പിന്നെ കരയാൻ തുടങ്ങി. വേ ഏക് ദൂസരെ സെ ലിപട്ട് ഗയെ. ഫായിനെ കഹ. അവർ കരഞ്ഞും അവർക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് അവർ തങ്ങളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഭായ് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു, യഹ് വഹ് ഖലിഹാൻ ഹെ ജഹാം പിതാ ഘോടെ ഖടെ രഹത്തേതെ. ഇത് നമ്മുടെ കളപ്പുരയാണ്. അവിടെയാണ് പിതാവ്, അച്ഛൻ എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ കുതിരയെ കെട്ടിയിരുന്നത്. പിന്നെയോ അവർ യഹ് കുവാഹെ. ഇത് കിണറാണ്. ജഹാസെ മാ മവേഷ്യോങ്കിലിയെ പാനി ലാത്തീതി. അവർക്കുള്ള കാളയ്ക്കും പശുവിനുമൊക്കെ കന്നുകാലികൾക്കൊക്കെ വെള്ളം കോരിയിരുന്നത് ഇവിടെ നിന്നായിരുന്നു. ബഹനെ കഹ. പെൺകുട്ടിയും പറഞ്ഞു. അപ്പോൾ 2 പേർക്കും അവരുടെ വീട് ഓർമ്മ വന്നു. ഭായിനെ കഹ. അതായത് അവർക്കുള്ള വീട് 2 പേർക്കും കണ്ടു മനസ്സിലായി. അവർ വീട് കണ്ടെത്തി കഴിഞ്ഞു. ഭായിനെ കഹ. ചേട്ടൻ പറഞ്ഞു, ചലോ ഘർ കെ അന്തർ ചലത്തെ ഹെ. വരൂ, നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം. പെഹലെ തും ജാവോ. ബഹനെ കഹ. ആദ്യം നീ പോകൂ.
സഹോദരി പറഞ്ഞു, മുझे डर लगता है पता नहीं മാ പിതാ ജീവിത് ഫി ഹേ യാ നഹി. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു, എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. अंदर कमरे में एक बूढ़ा आदमी अपनी पत्नी के साथ बैठा था. അകത്തൊരു മുറി, കമര എന്ന് പറഞ്ഞാൽ മുറിയിൽ ആരായിരുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ഭാര്യയോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ കഹരഹാദ, അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സംസാരം ഇങ്ങനെയായിരുന്നു. വസന്ത് ഫിർസേ ആകയ, വസന്തം പിന്നെയും വന്നു. പക്ഷി ഗാരഹേഹെ, പക്ഷികൾ പാടിക്കൊണ്ടിരിക്കുന്നു. ഫൂൽ ജഹ് ജഹ് ചാക് രഹേഹെ, എല്ലായിടത്തും പൂക്കൾ, ചാക്കന എത്തി നോക്കുക, എല്ലായിടങ്ങളിലും പൂക്കൾ എത്തി നോക്കുന്നു. ലേക്കിൻ ഹമാരെ ദിൽ മേ ഖുഷി കി ഉമ്മീദ് കോയി ഉമ്മീദ് നഹി, പക്ഷേ തങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷത്തിൻ്റെ ഒരു പ്രതീക്ഷയുമില്ല. അത് അച്ഛൻ വീട്ടിനകത്തുനിന്ന് പറയുകയാണ്. തഫി ദർവാസ കുല, അപ്പോൾ ആ വാതിൽ തുറന്നു. एक लड़का और लड़की अंदर आए, ഒരാൺകുട്ടിയും പെൺകുട്ടിയും അകത്ത് കയറി. ഉനോനെ ഖാനെ കെ ലിയെ കുച്ച് മാങ്ക, അവർ അകത്ത് കയറി എന്ത് ചോദിച്ചു? അവർ ആഹാരം ആവശ്യപ്പെട്ടു, കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ബച്ചോ പാസാവോ ഉസ് ബൂട്ടെ ആത്മീനെ കഹ, കുട്ടികളെ അടുത്തേക്ക് വരൂ എന്ന് വൃദ്ധനായ മനുഷ്യൻ വിളിച്ചു. ആജ് രാത് ഹമാരെ സാത്ത് രഹോ, ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം താമസിക്കൂ. ഹമാരെ ബച്ചെ അഗർ ഹമാരെ പാസ് ഹോത്തെ തോ ബിൽക്കുൽ തുമാരെ ജैसे സുന്ദർ ഹോത്തെ, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ബിൽക്കുൽ തീർച്ചയായും നിങ്ങളെപ്പോലെ സൗന്ദര്യമുള്ളവരായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. കേത്തെ ഉസ്കെ ആസു ആകയെ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ കരഞ്ഞു. ബച്ചേസെ നഹി രഹാഗയ, ഇത് കണ്ട് കുട്ടികൾക്കും അവർക്കും തടയാൻ കഴിഞ്ഞില്ല, അവർക്കും വിഷമം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഊനോനെ അപ്പനെ പിത, അവർ മാക്കോ ഗലയിലക, അച്ഛൻ്റെ അമ്മയും കെട്ടിപ്പിടിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? കരഞ്ഞുകൊണ്ട് റോത്തെ ഹുയെ കഹ ഹം ഹി അപ്കെ ബച്ചേ ഹെ, ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം വാപ്പസ് ലൗട്ടായേ ഹെ, ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഹം സനോബർ കെ പേഡ് സേ ഹി അപ്പനെ ഘർ കോ പഹചാൻ ഗയേ തെ, നമ്മൾ ഈ സനോബർ വൃക്ഷം, ഈ പൈൻ മരം കണ്ടിട്ടാണ് ഞങ്ങളുടെ വീട് തിരിച്ചറിഞ്ഞത്. ഖുഷിക്ക് മാരെ മാതാപിതാക്കി ആങ്കേ ചലക്കപടി, സന്തോഷം കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കണ്ണുകളിൽ ആങ്കേ ചലക്കപടന എന്ന് പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുക. ഒനോനെയും ദോനോങ്കെ ഗാലോങ്കോ ചൂമ, രണ്ടുപേരുടെയും കവിളുകളിൽ മുത്തം നൽകി അച്ഛനും അമ്മയും. അമ്മ പറഞ്ഞു, മാനെ കഹാ മുझे പത്താ था कि आज कोई अच्छी बात होने वाली है, ഇന്ന് എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആജ് സുബഹ് ഹമാരി പേട് കി ശാഖാओं में दो पक्षी बहुत मिठास के साथ गा रहे थे, ഇന്ന് ഞങ്ങളുടെ മരത്തിൽ രാവിലെ രണ്ട് പക്ഷികൾ വന്ന് വളരെ മധുരമായി പാടുന്നുണ്ടായിരുന്നു. ഭായിനെ കഹ, ഇത് കേട്ട് സഹോദരനും പറഞ്ഞു, ഹാ അതെ, ആജ് താരാഫി പത്യോങ്കെ ബീച്ച് പെഹലെ സെ കഹി സ്യാദ ചമക് രഹാ ഹെ, അതെ, ആ ഇലകൾക്കിടയിൽ കൂടി ഇന്ന് അവരുടെ നക്ഷത്രം ഇന്ന് കൂടുതലായി തിളങ്ങുന്നു, കൂടുതൽ ശോഭയോടുകൂടി തിളങ്ങുന്നു. അബ് ഹമേ അപ്പന ഘർ മിൽ ഗയ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കണ്ടെത്തി, ഞങ്ങളുടെ വീട് കിട്ടി. ഹമാരി ഫടക്കൻ കദം ഹോഗയെ, ഞങ്ങളുടെ ഫടക്കന എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക, ഞങ്ങളുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പാഠം മനസ്സിലായെങ്കിൽ തീർച്ചയായും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.